ഓശാന പെരുന്നാൾ വിശുദ്ധ കന്യകമറിയാമിൻ്റെ ഇഹലോക ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ദിവസമായിരുന്നു ഓശാന ഞായറാഴ്ച. കയ്യിൽ കുരുത്തോലയേന്തിയ ആയിരങ്ങൾ ദാവീദ് പുത്രന് ഓശാന പാടിക്കൊണ്ട് രാജാതിരാജനെ യെരുശലേമിൻ്റെ രാജവീതിയിലൂടെ സ്വീകരിച്ചു കൊണ്ടുപോയപ്പോൾ വിശുദ്ധ മാതാവിനുണ്ടായ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. തൻ്റെ പുത്രന് ലഭിച്ച രാജോചിതമായ ആ വരവേൽപ്പ് നേരിൽ കണ്ട് അമ്മയുടെ മനസ്സ് അഭിമാനപുളകിതമായി. അവൻ്റെ രാജ്യത്വവും ദൈവത്വവും ദർശിച്ച് ആ ബാലവൃദ്ധം ജനങ്ങൾ അവനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തപ്പോൾ മാതാവിൻ്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ കൊണ്ട് നിറഞ്ഞു. എങ്കിലും ആ സന്തോഷം താൽക്കാലികമാണെന്ന് വിശുദ്ധ മറിയാമിന് ബോധ്യമായി. ദാവീദ് പുത്രന് ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് പറഞ്ഞ് ജനം ആർത്തു വിളിക്കുകയും ജയഭേരി മുഴക്കുകയും ചെയ്തപ്പോൾ അതിൽ അസൂയ പൂണ്ട് ഒരു കൂട്ടം പരീശന്മാർ നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് ധാർഷ്ട്യത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അമ്മയുടെ മനസ്സ് തളർന്നു. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം ഒരു നിമിഷം കൊണ്ട് നഷ്ടമായി. ആയിരങ്ങൾ ആഹ്ലാദ ആരവങ്ങളോടെ തങ്ങളുടെ അരുമനാഥന് ഓശാന പാടി ആവേശഭരിതരായപ്പോൾ ഉന്നതന്മാരായ ചിലർ അവനെതിരെ ജ്വലിച്ചുയരുകയായിരുന്നുവെന്ന് വിശുദ്ധ മാതാവിന് നേരിട്ട് ബോധ്യപ്പെട്ടു. ആകസ്മികമായുണ്ടായ സന്തോഷത്തിൻ്റെ ക്ഷണഭങ്കുരതയെപ്പറ്റി ഓർത്ത് മാതാവ് വ്യാകുലപ്പെടുകയും അത്യാസന്നമായ അനിഷ്ട സംഭവങ്ങളെ ആത്മദർശനം ചെയ്ത് നെടുവീർപ്പിടുകയും ചെയ്തു. അണയാൻ പോകുന്ന ദീപത്തിൻ്റെ ആളിക്കത്തലായിട്ടാണ് ഓശാന ദിവസത്തിലെ ആഘോഷങ്ങൾ വിശുദ്ധ മറിയാം കണക്കാക്കിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ മറിയാമിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. പ്രിയപുത്രനു വേണ്ടി പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും 4 ദിവസങ്ങൾ കഴിച്ചുകൂട്ടി.